അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കംഫർട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി ബർത്ത്ഡേസിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുക, കേക്ക് കട്ട് ചെയ്യുക, സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് പരിപാടികൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് നമുക്ക് കുറച്ച് പഴംപൊരിയും ബീഫും ഉണ്ടാക്കി കഴിക്കാമെന്ന്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇന്നത്തെ ഒരു ദിവസം സ്പെഷ്യലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതങ്ങനെ സെലിബ്രേഷൻ എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞങ്ങൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയേർഡായി. 12 മണി വരെ ഒന്നും കാത്തു നിന്നില്ല, ഞങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നല്ല കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ കംഫർട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഫുഡ് അടിപൊളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതാണ്. അങ്ങനെ ഞാൻ എപ്പോഴും ആഘോഷിക്കുന്ന ബർത്ത്ഡേസിനേക്കാളും ഈ പ്രാവശ്യം ഭയങ്കര സമാധാനത്തോടെ ആഘോഷിച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വ്ളോഗിൽ കാണാം.